ഹായ് സുന്ദരീസ്, എന്തൊക്കെയാണ് വിശേഷം? വെൽക്കം ടു Asvivlogs. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ ഒരു പകുതി ദിവസം നോക്കാം കേട്ടോ. ഫസ്റ്റ് എണീറ്റ് ഞാൻ സ്ട്രെച്ചൊക്കെ ചെയ്തതിന് ശേഷം മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അതിനുശേഷം നമുക്ക് സ്കിൻ കെയർ ഇടാം. ഇപ്പോൾ തന്നെ സ്കിൻ കെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജിമ്മിൽ പോകണേക്കാട്ടിലും മുന്നേ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ. യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ ഒരു പെർട്ടിക്കുലർ മസാജ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് എനിക്കിപ്പോൾ ബൈ ഹാർട്ടാണ്. അപ്പോൾ അതൊന്ന് ചെയ്യും. 1 മിനിറ്റേ ഉള്ളൂ കഷ്ടി. അപ്പോൾ മൂക്കിൻ്റെ എവിടെയും തടിയുടെ എവിടെയും നെറ്റിയുടെ എവിടെയും കണ്ണിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഒരു കുട്ടി മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ ഇടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു സ്കിൻ കെയർ റൂട്ടീൻ, പക്ഷേ ഞാൻ റെഗുലർലി ഫോളോ ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ രാവിലെ തന്നെ ഞാനിപ്പോൾ ഒരു ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. അത് ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത ഒരു കൊളാജൻ ഡ്രിങ്കാണ് കേട്ടോ. ഞാൻ അധികമായിട്ടില്ല കുടിച്ചു തുടങ്ങിയിട്ട്. ഇപ്പോൾ കഷ്ടി ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ സ്കിന്നിൻ്റെ പീൽ ഓഫ് ചെയ്തൊക്കെ പോകുന്നില്ല, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ തന്നിട്ടുള്ളതാണ്. എന്നിട്ട് ഇമ്മക്കുട്ടിക്ക് ഒരു കുട്ടി ടിഫിൻ നമുക്ക് ഫസ്റ്റ് പാക്ക് ചെയ്യാം. കാഷ്നട്ട് ആക്ച്വലി ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഈ കുതിർത്ത് വെച്ച കാഷ്നട്ട് കഴിക്കാൻ തീരെ ഇഷ്ടമില്ല. അപ്പോൾ 2-3 എണ്ണം ഞാൻ അല്ലാണ്ട് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ പഴവും വെച്ച് ഇതാണ് നമുക്ക് 10 മണിക്കുള്ള ടിഫിൻ. അതിനുശേഷം നമുക്ക് മെയിൻ ടിഫിൻ പ്രിപ്പയർ ചെയ്യണം, അമ്മയ്ക്കുള്ള ചായ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാത്രം ചായക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, പാലിന് വേണ്ടി വെച്ച് പാല് കുറച്ച് പോയിട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന, ഒന്നല്ലെങ്കിൽ തിളച്ച് പോവും, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിൽ കൂടി ഇത്തിരി ഒക്കെ പോവും, അങ്ങനെയൊക്കെ അത് പതിവാണ്. അപ്പോൾ അത് തുടച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചായക്ക് വേണ്ടിയിട്ട് 3/4 ഗ്ലാസ് വെള്ളം, 1 സ്പൂൺ പഞ്ചസാര, അതിൽ 2 സ്പൂൺ തേയില ഇട്ടിട്ട് അത് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇവിടെ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു, അപ്പോൾ 3 കുഞ്ഞി അപ്പം. ഇതാണ് ഈ കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അത് അപ്പത്തിനുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്തെ കുക്കറിൽ മുട്ട വേണം കേട്ടോ. ഇവിടെ സൈഡിൽ ചായക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു 1/4 to 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കുമാണ് ഞാൻ മനസ്സിലാക്കിയത്, കണ്ടോ ഇങ്ങനെ പതുക്കെ ഗ്യാസ് തീർന്നു തുടങ്ങി. അപ്പോൾ അതിനി ബാൽക്കണിയിൽ നിന്ന് എടുത്തൊന്ന് ഗ്യാസ് വെക്കണം. അപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഏട്ടൻ വരാമെന്ന് പറഞ്ഞു. ഏട്ടൻ എന്തായാലും ഈ സമയത്ത് ഏർലി മോർണിംഗ് ഏട്ടൻ ഓഫീസിലേക്ക് പോകും. ഇപ്പോൾ PhDയുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏർലി മോർണിംഗ് ഓഫീസിൽ പോയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തൊക്കെ വരും. അങ്ങനെയൊക്കെയാണ് പതിവ്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക റുട്ടീനാണ് ഇപ്പോൾ നമ്മുടെ. എന്തായാലും അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഗ്യാപ്പിൽ പഴം കഴിച്ചു കേട്ടോ. ഒരെണ്ണം രാവിലെ എണീറ്റുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കും. അതിന് ശേഷം ജിമ്മിൽ പോകേണ്ട കാരണം പഴം കഴിച്ച് ഞാൻ കുറച്ച് ഇന്നത്തെ എന്താണ് വേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ എഴുതി വെച്ച് ഇമ്മക്കുട്ടിയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഏട്ടൻ വന്നു. ഗ്യാസ് അത് പൊക്കിക്കൊണ്ടുവന്ന് ബാൽക്കണിയിൽ നിന്ന് കൊണ്ടുവരണ്ടേ. അപ്പോൾ അതിന് ശേഷം അത് ഏട്ടൻ ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇമ്മക്കുട്ടിയുടെ കാര്യം ബാക്കി ഇനി ഏട്ടൻ നോക്കിക്കോളൂ. എണീറ്റ് കഴിഞ്ഞല്ലോ, ഇനി പ്രശ്നമില്ല. അപ്പോൾ 3 അപ്പം ഇമ്മക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്, അമ്മയ്ക്ക് ചായ, അത് ഒരു ചായയുള്ളൂ. ഏട്ടനിപ്പോൾ രാവിലെ അവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ ഏട്ടൻ ഓഫീസിൽ നിന്ന് കുടിക്കും, അതില്ലെങ്കിൽ ചിലപ്പോൾ ഏട്ടൻ രാവിലെ നേരത്തെ ഫ്ലാറ്റിൽ പോവും, അപ്പോൾ അവിടെ നിന്ന് കുടിക്കും, അങ്ങനെയൊക്കെ. എന്നിട്ട് ഇമ്മക്കുട്ടിക്ക് ഒരു ചീസ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി കുഴച്ച് വെച്ചതുണ്ടായിരുന്നു. പാനിൽ നമ്മൾ ബട്ടർ പുരട്ടുന്നുണ്ട്. നമുക്ക് ചീസ് ചപ്പാത്തിയും പിന്നെ പനീറുമാണ് കേട്ടോ കൊടുക്കണത്. ഇപ്പോൾ ഇന്ന് ടിഫിനിൽ വെജിറ്റബിൾസ് ഒന്നുമില്ല, പക്ഷേ വന്നു കഴിഞ്ഞാൽ ചോറിനൊപ്പം വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ദിവസം ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് പ്രോട്ടീൻ്റെ സാധനങ്ങൾ അങ്ങനെയാണ് നോക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ചപ്പാത്തി സാധാരണ പോലെ നമുക്ക് ചെറുതായിട്ട് ചെറിയൊരു ചപ്പാത്തി എന്നുള്ള രീതിയിൽ പരത്താം. ഇതിപ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ടൊന്നും നോക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ പരത്താൻ പറ്റിയ വെൽ ആൻഡ് ഗുഡ്, പക്ഷേ എനിക്ക് അങ്ങനെ റൗണ്ടായിട്ടൊന്നും ചപ്പാത്തി പരത്താൻ അറിയില്ല. നടുവിലായിട്ട് ഞാൻ ഒരു കുഞ്ഞ് കഷ്ണം, അതായത് ഒരു ചീസ് സ്ലൈസിൻ്റെ ഒരു 2 ചപ്പാത്തിക്കും കൂടിയിട്ട് 1/4 ഭാഗം നമ്മൾ എടുക്കുകയുള്ളൂ. അത്രയ്ക്ക് കുറവ് ഒരു ദിവസത്തേക്ക് നമ്മൾ കൊടുക്കുള്ളൂ കേട്ടോ. കാരണം ചീസൊക്കെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല, കുറച്ച് കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി പരത്തുകയാണ്. അപ്പോൾ നമുക്കൊരു പറാട്ട പോലെ ഇത് കഴിക്കുമ്പോൾ ഉള്ളിൽ ചീസ് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് വരും. എനിക്ക് ചീസ് നല്ല ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര താല്പര്യമാണ് കേട്ടത്. അപ്പോൾ പനീർ ഒന്നിങ്ങനെ മൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ലേശം സിനമൺ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതില്ല, ഒരു പൊടിക്ക് മാത്രം. ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം എന്താ വെച്ചാൽ സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് പിന്നെ വേറെ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ പനീർ എന്തായാലും ആയിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതേ ബട്ടറിൽ തന്നെ നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഒരുപാട് നേരം വേണമെന്നില്ല, സാധാരണ നമ്മൾ ചപ്പാത്തി ചുടില്ല അതേപോലെ തന്നെ, എക്സ്ട്രാ വേവിക്കണേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇമ്മക്കുട്ടിയുടെ ടിഫിൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ അത് കിവി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് പിങ്ക് കളറുള്ള പാത്രമില്ലേ അതിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടിഫിന് വേണ്ടിയിട്ട്, അതായത് ലഞ്ചിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ട്, തെറ്റോട് പറയുമ്പോൾ ചീസ് ചപ്പാത്തി ഉണ്ട്, പിന്നെ കിവി ഫ്രൂട്ട് ഉണ്ട്, പിന്നെ പനീറും ഉണ്ട്. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ ഷോർട്ട് ബ്രേക്കിനുള്ളതും റെഡിയായി, ലോങ് ബ്രേക്കിനുള്ളതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് അപ്പാണ്. അപ്പോൾ ഒരു മുട്ട ഒന്നല്ല കേട്ടോ, 2 മുട്ട വേവിച്ചിട്ടുണ്ട്. ഒരെണ്ണം എനിക്കും ഒരെണ്ണം ഇമ്മക്കുട്ടിക്കും. അപ്പോൾ അത് ഇമ്മ കഴിക്കും. മുട്ടയും കുറച്ച് പാലും ഈ 3 അപ്പവും
ഇതാണ് രാവിലെ കഴിക്കുക. ഇവയ്ക്ക് പാല് കുടിക്കണോണ്ടോ മുട്ട കഴിക്കണോണ്ടോ ഒന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് കഴിക്കണം. കുറച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരും രാവിലെ ബസ്സിലൊക്കെ പോകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ. അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാല് കൊടുക്കണമെന്ന്. മിക്ക പക്ഷേ പാല് കുടിക്കണമെന്നൊന്നും ബുദ്ധിമുട്ടില്ലാത്ത കാരണം അത് കുടിക്കും. പിന്നെ ഇത്രയും ഇമ്മ നന്നായി കഴിക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ളത്, അതായത് ഉച്ചയ്ക്ക് ചോറ് ഒട്ടും കഴിക്കില്ല. അതാണ് ഒരു ബുദ്ധിമുട്ട്. പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടി, പക്ഷേ ഇത് നന്നായി കഴിക്കും. അപ്പോൾ ഏട്ടൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മിക്കവാറും അവൾ തന്നെ കഴിക്കും കേട്ടോ. ഏട്ടന് ഇന്നിപ്പോൾ കുറച്ചുകൂടി ഒഴിവുള്ള കാരണം ഏട്ടൻ നിന്നേ ഉള്ളൂ. ചിലപ്പോൾ ഏട്ടൻ അപ്പം തന്നെ തിരിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സമയമുള്ള കാരണം ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് നമ്മളിതാ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പാർക്കിലെത്തിയിട്ടുണ്ട്. രാവിലെ കുറച്ച് ഒന്ന് ഓടിയിട്ട് സ്കൂളിൽ പോവുകയാണെങ്കിൽ ഒരു ഉത്സാഹമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പാർക്കിലേക്ക് മിക്കവാറും ഏട്ടനുള്ള സമയത്തൊക്കെ വരാറുള്ളൂ. അല്ല ഞാനാ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഇങ്ങനെ പാർക്കിൽ കൊണ്ടുപോകില്ല. ഇപ്പോഴൊന്നും പതിവില്ല. ഓടി കളിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനാ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ മിക്കവാറും ആ സമയത്തിനേ ഞാൻ ഇറങ്ങുള്ളൂ. എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും കുറച്ച് വൈകും. പക്ഷേ ഏട്ടനുള്ള സമയത്ത് നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചല്ലേ ചെയ്യണേ. അപ്പോൾ പാർക്കിലേക്കൊക്കെ പോകാൻ സമയം ഉണ്ടാവും കേട്ടോ. പാർക്കിൽ അച്ഛനും കുച്ചനും കുറച്ച് നേരം ഓടി കളിച്ചിട്ട് കഴിയുമ്പോഴേക്കും ബസ് വരും. അപ്പോൾ അതേ ഒട്ടോട്ടാണ്. എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറി ഇമ്മക്കുട്ടീനെ കയറ്റി വിട്ട് ഏട്ടൻ അപ്പം തന്നെ ഓഫീസിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ എനിക്ക് മുട്ട കഴിക്കാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. സമയം ഉണ്ടായിരുന്നില്ല. ഗ്യാസൊക്കെ പെട്ടെന്ന് തീർന്നു പോയ കാരണം കുറച്ചൊരു ഗ്യാപ്പ് പോയി. അപ്പോൾ ഞാൻ വേഗം മുട്ട കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ ഞാൻ ജിമ്മിലെത്തി കേട്ടോ. ഞാനൊരു 7:45 ജിമ്മിലെത്തും. ഇവിടെ നിന്നൊരു 5 minutes നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഒരു ജിം വെയർ, സാധാരണ പാൻസ്, അതുപോലെ തന്നെ ജിമ്മിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ആക്റ്റീവ് വെയർസാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നടക്കുമ്പോൾ തണുപ്പുള്ള കാരണം ഹൂഡി ഇട്ടു എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ജിമ്മിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റും കേട്ടോ. പിന്നെ ഫസ്റ്റ് ഞാൻ സൈക്ലിംഗ് ആണ് ചെയ്യുക. അത് ഒരു 15 മിനിറ്റ് ചെയ്യും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് 15 മിനിറ്റ് ചെയ്യും. അപ്പോൾ അതിൽ കാണിക്കും എത്ര കിലോമീറ്റർ ആണെന്നുള്ളത്. 15 മിനിറ്റിൽ ഒരു 1.5 കിലോമീറ്റർ. എനിക്കറിയാതൊക്കെ കുറവാന്ന് വെച്ചാൽ എനിക്ക് ഇത്രേ പറ്റാറുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വന്ന് വെള്ളം കുടിക്കും. എനിക്കറിയില്ല കേട്ടോ വെള്ളം കുടിക്കാൻ ശരിയാണെന്ന്. പക്ഷേ ഞാൻ വെള്ളം കുടിക്കും. എനിക്ക് വെള്ളം കുടിക്കാനൊക്കെ പറ്റില്ല. അതിന് ശേഷം നമ്മൾ ഈ ക്രോസ് ഫിറ്റ് ചെയ്യും. ഇത് ഞാൻ കുറച്ചധികം നേരം ചെയ്യും കേട്ടോ. കാരണം ഇത് കൈക്കും കാലിനും ഒരേപോലെ നല്ലതായതുകൊണ്ട് ഞാൻ 30 മിനിറ്റ് ചെയ്യും. ഒരു 4 കിലോമീറ്റർ ഒക്കെ എടുക്കും കേട്ടോ. അതിൽ നല്ല സ്പീഡിൽ ചെയ്യും. അയ്യോ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇന്ന് മുന്നേ വേർത്ത് കുളിച്ച് ഒരു വിധം കെതച്ചിട്ട് ഒരു പ്രത്യേക ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ത്രെഡ്മില്ലല്ല കേട്ടോ. ഇതില്ലേ സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യുന്നതില്ലേ, ഇതാണ് ഏറ്റവും ടഫായിട്ടുള്ളത്. എനിക്ക് കാർഡിയോയിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത്. കാരണം സ്റ്റെപ്പ് താഴേക്കാണ് പോവുക, നമ്മൾ പക്ഷെ മുകളിലേക്കാണ് കയറേണ്ടത്. അതും കാലകത്തി വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ തൊടയിലേക്ക് ആ ഒരു പ്രത്യേക രീതിയിൽ പ്രഷർ വരേണ്ട രീതിയിൽ സാർ പറഞ്ഞു തരും എവിടേക്കാണ് പ്രഷർ വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ചെയ്ത് അയ്യോ ഞാൻ 15 മിനിറ്റ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ കിതച്ച് പട്ടി ചെയ്ത് വേണം പറയാനായിട്ട്. ഞാൻ പിന്നെയും ലേശം വെള്ളം കുടിച്ചിട്ട് പിന്നെ നമ്മൾ ത്രെഡ്മില്ലിലേക്ക് വരും. അത് ഞാൻ ഇങ്ങനെ ഒരു 15 മിനിറ്റ് ചെയ്യും. അപ്പോൾ ഒരു 15 മിനിറ്റ് സൈക്ലിംഗ്, 15 മിനിറ്റ് വെച്ച് 15 മിനിറ്റ് ത്രെഡ്മില്ല്, പിന്നെ നമ്മളൊരു 10 മിനിറ്റ് മറ്റേ സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യുന്ന സാധനമില്ല അതിൽ. 30 മിനിറ്റാണ് ഞാൻ മെയിനായിട്ട് ഈ ക്രോസ് ഫിറ്റിൽ. അതിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നു കേട്ടോ. എന്നാലും അതിൽ മറ്റേ ആ കൈയും കാലും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇതാക്കണമെന്നില്ല, അതിൽ ചെയ്യും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഈ സാധനം ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് ചെയ്യും. എല്ലാം കൂടിയിട്ട് ഒരു 1 മണിക്കൂർ 10 മിനിറ്റ് ഞാൻ കാർഡിയോ ചെയ്യും. പിന്നെ തിരിച്ച് നടക്കാനുള്ള ഒരു 10 മിനിറ്റ്. തിരിച്ച് ഞാൻ വളരെ ആടിപ്പാടി അങ്ങനെയൊക്കെയാണ് നടക്കുക. അപ്പോൾ അങ്ങനെ പതുക്കെ നടന്ന് ഞാൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയാണ് കേട്ടോ പോകുക. തിരിച്ച് വരുമ്പോൾ നമുക്ക് ഹൂഡിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം ഭയങ്കരമായിട്ട് നമുക്ക് ചൂടെടുക്കും. ഇത്ര നേരം വർക്കൗട്ട് ചെയ്തതിൻ്റെ ഒരു ക്ഷീണമാണ്. പക്ഷേ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നിട്ടോ. എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഏറ്റവും അനുഭവിച്ചൊരു വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ് ആയിരുന്നു. ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യണില്ലല്ലോ എന്നുള്ളത്. എനിക്ക് ഈ എക്സസൈസ് ചെയ്യുന്നത് ശരിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബോഡി കെയർ ചെയ്യണമെന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ആ രീതിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണത്. എനിക്ക് സ്കിൻ കെയർ ചെയ്യുന്നതിലും മേക്കപ്പ് ചെയ്യുന്നതിലും ഒക്കെ ഏറ്റവും അധികം സന്തോഷം തോന്നുന്നത് രാവിലെ ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നത് എനിക്ക് മടിയാണ്, ഇല്ല എന്നല്ല. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത്, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കോളേജിൻ്റെ ചുറ്റും ഇങ്ങനെ അച്ചരങ്ങനെ നടക്കുകയാണ്. ഇത് കോളേജിൻ്റെ അവിടെ തന്നെയുള്ള ജിമ്മിലാണ് കേട്ടോ ഞാൻ പോണത്. നമ്മുടെ ക്യാമ്പസിനകത്തുള്ള ജിമ്മാണ്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഫാക്കൽറ്റീസിന് വേണ്ടി മാത്രമുള്ള ജിമ്മാണിത്. അപ്പോൾ അമ്മ നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്മാവും പഴം കൂട്ടി കഴിച്ചതിന് ശേഷം
ഞാൻ രാത്രിക്കുള്ള പനീർ കറി ഉണ്ടാക്കുകയാണ്. ഉച്ചയ്ക്കുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പനീർ കറിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അവിടെ ഇപ്പോൾ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയാണ് ശബ്ദം കേൾക്കണത്. അപ്പോൾ കുറച്ച് ഈ അമൂലിൻ്റെ ലൈക്ക് പനീർ ബാക്കി ഉണ്ടായിരുന്നു, മിൽക്കി മിസ്റ്റിന് ഉണ്ടായിരുന്നു. എനിക്ക് മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് കുറച്ചും കൂടി ഇഷ്ടം. നല്ല രസമായിട്ട് നല്ല ക്യൂബായിട്ടുണ്ടാവും. പക്ഷേ ഇത് രണ്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ട് ബട്ടറിൽ നമുക്കൊന്ന് അങ്ങനെ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് വേറെ ഇനി ബട്ടറൊന്നും എക്സ്ട്രാ എടുക്കണ്ട. അതേ ബട്ടറിലേക്ക് നമ്മളിത് അപ്പം അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള നമുക്കൊന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനൊപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും വേറെ വേറെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് ഒന്ന് വഴറ്റി, പിന്നെ നമ്മൾ രാവിലെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കാഷ്നട്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. പക്ഷെ അരച്ചെടുക്കുന്ന കാരണം കുറേ മല്ലിയില ഇടണ്ട, കുറച്ച് മാത്രം ഇട്ടാൽ മതി. പിന്നെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഇടാം. പ്രത്യേകമായിട്ടുള്ള പനീർ മസാല ഒന്നും ഞാൻ മേടിക്കാറില്ല കേട്ടോ. കാരണം അത് അതിലൊക്കെ എന്തൊക്കെയുള്ളത്, അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ പരമാവധി ആവാന്നുള്ള രീതിയിൽ അങ്ങനത്തെ മസാല, ഈ പനീർ ടിക്ക മസാല എന്നൊക്കെ പറയില്ല, അതൊക്കെ വേണമെങ്കിൽ സ്പെഷ്യൽ ഡേയ്സിന് എടുക്കും എന്നുള്ളതല്ലാണ്ട് എടുക്കാറില്ല കേട്ടോ. പിന്നെ ആ കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്, അങ്ങനെ സിനമൺ പൗഡർ ഇട്ടു. എന്നിട്ട് ഞാൻ അതെടുത്തപ്പോൾ അത്യാവശ്യം അടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐസ് ഇട്ട് കൊടുത്തു. ഈ ഐസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പതുക്കെ ഇത് അടി പിടിച്ചത് പുറത്തേക്ക് വരുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ മിക്സിയിലേക്ക് ഞാൻ ഐസാണ് ഇട്ട് കൊടുത്തത്, കാരണം നല്ല ചൂടല്ലായിരുന്നോ. അപ്പോൾ അതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഐസ് ഇട്ടിട്ട് ഞാൻ അപ്പം തന്നെ അരച്ചെടുത്തു. അതല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല, നമുക്ക് എന്തായാലും സ്റ്റുഡിയോയിലേക്ക് പോകണമെന്ന്. എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന പനീറുണ്ടല്ലോ, ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ജസ്റ്റ് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള പനീറും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം, പുതിന ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മൾ പുതിന വേണമെന്നില്ല, എന്താ ഇഷ്ടമുള്ള വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എഗെയിൻ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ വന്ന് ജിം കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ടല്ലേ ഇത് ഭക്ഷണമൊക്കെ കഴിച്ചേ. അപ്പോൾ എല്ലാം പോയില്ലേ, മുഖം ഞാൻ കഴുകുകയും ചെയ്തു. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടുന്നുണ്ട്. എന്നിട്ട് എഗെയിൻ നമുക്ക് പോകണം ഇപ്പോൾ സ്റ്റുഡിയോയിലേക്ക്. നല്ല നട്ടപ്പുറ വെയിലുമാണ്, കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ഐ റോളർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ലൈറ്റായിട്ടല്ല, നല്ലോണം തന്നെ ഡാർക്ക് സർക്കിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യുക, കാരണം എൻ്റെ പാഴ്സൽസ് എല്ലാം ഇവിടേക്കാണ് വരിക. നമുക്ക് ഹോൾ വീഡിയോ ഒക്കെ ചെയ്യാണ്ട്, അതൊക്കെ നമ്മൾ അവിടെ പോയിട്ടാണ് കേട്ടോ ചെയ്യുക, സ്റ്റുഡിയോയിലാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയിൽ വേസ്റ്റ് കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട്, അതൊക്കെ വെച്ച് കൊടുത്തു. ഇതാ ഭക്ഷണം, ഇത് ചോറ്, സാമ്പാർ, പിന്നെ ഇത് ഇടിച്ചക്ക തോരൻ, ബീൻസ് ഉപ്പേരി, പിന്നെ വെണ്ടക്കായ ഉപ്പേരി. 2 ഉപ്പേരി ഇന്നലത്തെയാണ് കേട്ടോ, ബാക്കിയെല്ലാം ഇന്നത്തെയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ചോറ് കഴിക്കുന്ന സമയമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് 11 മണിയായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അവിടേക്ക് സ്റ്റുഡിയോയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ മടിയായത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ചത് കുറച്ച് വൈകിട്ട് 9:15, 9:30 ആയപ്പോഴാണ് കഴിച്ചത്. അതെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 11 കാലമായപ്പോഴത്തേനും ഞാൻ കുറച്ച് ചോറേ കഴിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും അത് കഴിച്ച് ഞാൻ വേഗം ഇറങ്ങുകയാണ്. അതല്ലെങ്കിൽ നമ്മളിത് പാക്ക് ചെയ്തെടുക്കണ്ടേ. ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ബൺ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇറക്കി വെക്കണം. പിന്നെ അടുത്ത് കുറേ പേര് ചോദിക്കാണ് എന്തിനാ ഇത്ര വലിയ കണ്ണട വയ്ക്കുന്നത്, നല്ല കോമഡി ആയിട്ടുണ്ടെന്ന്. ഇതെനിക്ക് പവറുള്ള കണ്ണടയാണ് കേട്ടോ, ഞാൻ നോക്കി മേടിച്ചത്. എനിക്ക് വലുത് വേണമെന്നുണ്ടായിരുന്നു, എൻ്റെ മുഖം കവർ ചെയ്യുന്നത്, എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മുഖത്ത് വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തതാണ്. ചേർച്ചയില്ലേ എന്നുള്ളതല്ല, നമ്മൾ ഇതിൽ പറയുന്ന പോലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലെത്തി, നമ്മൾ 5ാമത്തെ നിലയിലാണ്. എന്നിട്ട് നമ്മൾ എത്തിയത് വാതിൽ വന്നപ്പോൾ ഒരു കുന്നാരം മെസ്സായിട്ട് കിടക്കുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു വൃത്തിയായിട്ട രൂപമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ ഒരിടയ്ക്ക് നല്ലോണം ഒതുക്കി വൃത്തിയാക്കി വെച്ചതായിരുന്നു. ഇന്ന് എനിക്ക് ഫുൾ ഡേ ഷൂട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് മിക്കവാറും ഒതുക്കാൻ സമയം ഉണ്ടാവില്ല. പക്ഷേ മറ്റന്നാൾ നമ്മളൊരു ഡേ ഓഫ് എടുത്തിട്ട് ഫുൾ ഒതുക്കൂട്ടോ. ഫസ്റ്റ് തന്നെ എനിക്ക് ഹെയർ വാഷ് ചെയ്യണം. ഇന്നലെ ഞാൻ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇന്ന് എനിക്കൊരു മാസ്ക് ഇടാൻ വേണ്ടിയിട്ട്, നല്ല അടിപൊളിയായിട്ടുള്ള മാസ്കാണ്. കുറേ പേർക്കെങ്കിലും അറിയുണ്ടാവും, ഓലാപ്ലെക്സിൻ്റെ മാസ്ക്. അത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ എത്ര ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും നമുക്ക് ഒരു പരിധി വരെ, ലൈക്ക് 200% നമുക്ക് പറ്റില്ല, പക്ഷെ നല്ലൊരു 90% വരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാസ്കാണ് കേട്ടോ. നല്ല എക്സ്പെൻസീവാണ്, പക്ഷേ എനിക്കിത് വർത്ത് ഫോർ ദ മണി ആയിട്ടാണ് തോന്നുന്നത്. 2300 ഉണ്ട്. പക്ഷേ ഇതുണ്ടല്ലോ, നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ സ്പാ ചെയ്യാനൊക്കെ പോയില്ലേ, സ്പാ ചെയ്യാൻ തന്നെ നമുക്ക് പാർലറിൽ പോയി ചെയ്യുമ്പോൾ 2000 രൂപയുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2300 രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ 4 തവണ 5 തവണ യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കളർ ചെയ്ത് ഡാമേജ്ഡ് ആയിട്ടുണ്ട്, അതല്ലെങ്കിൽ തന്നെ ജനറലി തന്നെ നമ്മുടെ ഡാമേജ്ഡ് ഹെയർ ആണ്, കെമിക്കലി ട്രീറ്റഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓലാപ്ലെക്സിനെ യൂസ് ചെയ്യാൻ. അതിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് ചെയ്യാം. ഞാൻ മുടി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം
കഴുകണേക്കാട്ടിന് മുന്നേ കുറച്ച് നേരം വെച്ചിരിക്കണമല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ 2 വീഡിയോ ഷൂട്ട് ചെയ്തു. ഒന്ന് ലിപ്സ്റ്റിക് സ്വാച്ചും ഷൂട്ട് ചെയ്തു, പിന്നെ ഒരു അണ്ടർആം റുട്ടീൻ പറഞ്ഞിട്ട് അതും ഷൂട്ട് ചെയ്തു. അത് മിക്കവാറും ഒപ്പമായിട്ടുണ്ടാവില്ല, നാളെ മറ്റന്നാളായിട്ട് ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ അങ്ങനെ 2-3 ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്തു. ഇപ്പോൾ ഷോർട്ട്സ് ആണല്ലോ ട്രെൻഡിങ് ആയിട്ടുള്ള. എന്തോ എനിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും നമുക്ക് ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ. അപ്പോൾ ഷോർട്ട് വീഡിയോയിലാണ് നമ്മൾ കുറച്ചുകൂടിയൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. ഷോർട്ട് വീഡിയോസും ചെയ്യുന്നുണ്ട്, ലൈക്ക് ലോങ് ഫോർമാറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ലോങ് ഫോർമാറ്റ് ഒട്ടും തന്നെ വർക്കൗട്ട് ആവുന്നില്ല. സാരമില്ല, നമുക്ക് എങ്ങനെയാണോ അങ്ങനെ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. റിനെ 1 ബ്രാൻഡ് ഒരു മേക്കപ്പ് റിവ്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മുടി ഉണക്കണം. അതിനുശേഷം ഫൈനൽ റിസൾട്ട് ഇതിൽ കാണിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പകുതി ദിവസം. ഇപ്പോൾ തന്നെ സമയം 1 മണിയായിട്ടോ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യട്ടെ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ദിവസം ഒരു ഫുൾ ഓൺ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണാൻ വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫായിട്ട് വരാം കേട്ടോ. അപ്പോൾ ലവ് യു ഓൾ സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതൊരു ബൈ. ലവ് യു ഓൾ. ബൈ.